ഇപ്പോൾ വേൾഡ് KMCCയുടെ പ്രസിഡന്റാണ്, പ്രഥമ പ്രസിഡന്റാണ്. അപ്പോൾ MK ഹാജി വഴി താങ്കളുടെ ബന്ധം എന്നാണ് തുടങ്ങുന്നത്? 1967 കോഴിക്കോട് ജില്ലാ MSFന്റെ സെക്രട്ടറി. MK ഹാജി പല യോഗയിൽ മുതൽ ഞങ്ങൾ മുളവട്ടൂർ, ഇവിടെ അരീക്കോട്, തിരുവണ്ണ സ്ഥലങ്ങളൊക്കെ സമ്മേളനമാകുമ്പോൾ കോഴിക്കോട് ജില്ലാ KMC ആണ്. അന്നിപ്പോൾ അദ്ദേഹം കോഴിക്കോട് ആസ്ഥാനമായി വർക്ക് രാജ്യമാണ്. അപ്പോൾ എല്ലാവരും സഹായങ്ങളും ഒരിക്കൽ മദ്യത്തിന്മാർക്ക് പഠിക്കുന്നതാണ്. 72 കാലഘട്ടങ്ങളിൽ അവിടെ പഠിച്ചപ്പോഴത്തേക്ക് നിരവധി പരിപാടികളും വലിയ അധികാരി സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന കൊടുത്തു. ഓറിയൻ്റൽ ഹൈസ്കൂളിൽ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിച്ചു. അത് MK ഹാജി വീട്ടിൽ നിന്ന് ചെറുക്കൻപടിയിലേക്ക് ആശ്രമിക്കാൻ വരുമ്പോൾ പലപ്പോഴും കണ്ടു കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇല്ലാത്ത ചായ അദ്ദേഹത്തിന് കൊടുക്കാൻ അങ്ങനെ കുറേ കാലം. അപ്പോൾ പിന്നെ അപ്പോൾ എനിക്ക് വളരെ അദ്ദേഹത്തെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹത്തിൻ്റെ തലയിലുള്ള തൊപ്പി, ഒരു പ്രത്യേക തൊപ്പി, കണ്ണൂരിൻ്റെ ആമ്പസാഹിബ് തൊപ്പിയും പാലക്കാട് തങ്ങന്മാർ തൊപ്പിയും ഇതൊക്കെ വ്യത്യസ്തമായി. അങ്ങനെ ഈ പോക്കർ സാഹിബിനെ എനിക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ തൊപ്പി, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ തുണി, കാലിൻ്റെ ബിരിയാണി നേരെ കയറി പൊട്ടിൻ്റെ അടിയിലാക്കി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹത്തിൻ്റെ വെലിറ്റ്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത നടത്താണ്, ഉശിരുള്ള നടത്താണ്. അതൊക്കെ എന്നെ വല്ലാതെ ആഗ്രഹിച്ചത്. ഞാൻ ചന്ദ്രയുടെ തിരൂരങ്ങാടി സ്വന്തം ലേഖനായിരുന്നു ആ കാലയളവിൽ. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ബസ്സൊക്കെ എടുത്ത ഫോട്ടോ കൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് ബസ്സില്ലാതായിരുന്നു നോക്കി 4 കിട്ടണമാണ് കോഴിക്കോടെത്തി. പത്രത്തിനത് പ്രസിദ്ധീകരിച്ച് ആ പത്രം രാവിലെ ഉപയോഗിക്കുമ്പോൾ കേജിൻ്റെ വീട്ടിലെത്തിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് ചന്ദ്രയിലുള്ള വീശിയ കുടുംബത്തിലാണ് പത്താട് വരെ അദ്ദേഹത്തിന് വളരെ കൗതുകമായിരുന്നു. എനിക്ക് അതിൻ്റെ ഭക്ഷണം ഫോട്ടോ അങ്ങനെ ദീർഘകാലം ഇനി മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ മറുവശത്തായി പോയി അദ്ദേഹത്തോട് സ്നേഹം നിലനിർത്തുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മുനിസിപ്പൽ ചെയർമാനാണ്. പിന്നെ വേൾഡ് ചെയർമാൻ. സൗദി അറേബ്യൻ 44 വർഷമായി സൗദി അറേബ്യൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ 5 കമ്മിറ്റിൻ്റെ വൈസ് ചെയർമാനായി, ഒഡെപെക്കിൻ്റെ ചെയർമാനായി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. ഞാൻ ഏത് സമയത്തും MK ഹാജിയുടെ പ്രശംസക്ക് എനിക്ക് താല്പര്യമാണ്. പ്രചരണങ്ങളിൽ കുട്ടികളെ സംരക്ഷിച്ചത് മാത്രമല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദരവാണ് അദ്ദേഹം. കുട്ടികൾക്ക് എത്തിക്കാനൊക്കെ അത് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ആദരവുണ്ടായിരുന്നു. അദ്ദേഹം ഈ കുട്ടികളെ ആദരിച്ച് പറയണം. പിന്നെ ഏത് വിഷയത്തിലും മധ്യസ്ഥനായ ഒരാളെ അദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങൾ നീതിപൂർവവും സത്യസന്ധവും അതിലേറെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ കാണിച്ച തീരതയാണ് അദ്ദേഹത്തിൻ്റെ തീരത. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അഭിമുഖം വേണ്ടി വെച്ച് വളരെ സന്തോഷമായി.